ഗുഡ് മോർണിംഗ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ 3 ഡിഫറെൻറ്റ് റീജിയൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ്, എമർജൻസി സ്റ്റേജ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ റീജിയൻ എന്ന് പറയുന്നതാണ് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ കുറച്ച് ഡിവിഷനാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഹസാർഡ് സോണേഷൻ, പ്രെഡിക്റ്റബിലിറ്റി, ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ്, ദെൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ, പ്രിപ്പയർനെസ് ത്രൂ IEC, ലൈക്ക് ദാറ്റ്. ഇങ്ങനെ ഒരു ഡിവിഷൻ അതിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് സ്റ്റേജ്, അതായത് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് എന്ന് പറയുന്ന ആ ലെവലിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. Okay. This stage includes preparedness and mitigation for the disaster. അപ്പോൾ അതിനെ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തം വരാൻ പോകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ. അല്ലെങ്കിൽ അതിൻ്റെ മിറ്റിഗേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫേസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ആ ഒരു മെത്തേഡിക്ക് കൺക്ലൂഷനിലേക്ക് എങ്ങനെ എത്താം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രിപ്പയർനെസ് എന്ന് വെച്ചാൽ ആ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതിനെ ശമിപ്പിക്കാൻ അല്ലെങ്കിൽ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്സാണ് മെയിനായിട്ട് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഡിവിഷനായിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് വണ്ണാണ് ഹസാർഡ് സോണേഷൻ. ഹസാർഡ് സോണേഷൻ എന്ന് പറയുമ്പോൾ സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ സോണുകളായിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് നോക്കുക എന്നുള്ളതാണ്. ആ ഒരു ഡിസാസ്റ്ററിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്ട്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊരു സോണേഷൻ ഓരോ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒരു ടൂളായിട്ട് പറയുന്നതാണ് മാപ്സ് എന്നുള്ളത്. ഡിസാസ്റ്റർ മാപ്പിംഗ് ഈസ് എ ടൂൾ ഫോർ അസസിങ്, സ്റ്റോറിങ് ആൻഡ് കൺവേയിങ് ഇൻഫർമേഷൻ ഓൺ ദി ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് എ ഡിസാസ്റ്റർ ഒക്കറൻസ് ആൻഡ് സ്പ്രെഡ് ഓഫ് ദ എഫക്ട്സ് ഓർ പ്രോബബിൾ എഫക്ട്സ് ഓഫ് ഡിസാസ്റ്റർ. അപ്പോൾ മാപ്പിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും, ആ ഇൻഫർമേഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ, ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇന്ന ലൊക്കേഷനിലാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡിസാസ്റ്റർ മാപ്പിംഗ് എന്ന് പറയുന്നത്. എവറി ഇയർ in a country like India, natural disasters like floods and cyclones are fairly frequent. Earthquake also occur time and time. അപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ്, ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഇന്നത്തെ ഒരു കണ്ടീഷനിൽ നമുക്കറിയാം, അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഈ ഒരു ടൈം ആയാൽ ഒരു ഫ്ലഡ് വരും, അല്ലെങ്കിൽ ഡ്രോട്ട് വരും, സൈക്ലോൺസ് വരും, കൊടുങ്കാറ്റുകൾ വരും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഈ ഒരു ഡിസാസ്റ്റർ മാപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു ടൂളിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും വലുതാണ്. And the occurrence of such disaster, their intensity, the area of their occurrences and their impacts has to be assessed. അപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുമ്പോൾ നമ്മളതിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്യുറൻസ്, അതിൻ്റെ എവിടെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഡിസാസ്റ്റർ എന്നുള്ളത് ഒന്ന് അസസ് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, എത്രത്തോളം തീവ്രതയിൽ അത് സംഭവിക്കാം, അതേപോലെ തന്നെ ഏത് ഏരിയയിൽ അത് സംഭവിക്കാം, അല്ലെങ്കിൽ അത് ഏത് ഏരിയയിൽ ഈ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിസാസ്റ്റർ സംഭവിക്കാം, അതേപോലെ തന്നെ എന്തൊക്കെ ഡാമേജസ് അല്ലെങ്കിൽ ഇമ്പാക്ട്സ് എന്തൊക്കെ അതിനുണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. അതിനൊക്കെ ആവശ്യമായുള്ളൊരു ടൂളാണ് ഡിസാസ്റ്റർ മാപ്പിംഗ് എന്ന് പറയുന്നത്. സോ ആസ് ടു ഹാവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡാമേജസ് കോസ്ഡ് ബൈ ദം ടു ഏരിയ ഓർ പോപ്പുലേഷൻ, സ്പെസിഫിക് ഡാമേജസ് ലൈക്ലി ടു ബി കോസ്ഡ്. അപ്പം ഒരു ഏരിയയ്ക്കോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനോ ഒക്കെ സംഭവിക്കാൻ പോകുന്ന ഡാമേജസിനെ ഒക്കെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിസാസ്റ്റർ മാപ്പിംഗ് യൂസ് ചെയ്യുന്നത്. പ്രോപ്പർ മാപ്പിംഗ് വിൽ ബി ഹെൽപ്ഫുൾ നോട്ട് ഓൺലി ഫോർ പ്രീ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ബട്ട് ഓൾസോ ഇൻ റെസ്ക്യൂ ആൻഡ് റിലീഫ് ഓപ്പറേഷൻ വിത്ത് ഗ്രേറ്റർ അക്യുറസി ആൻഡ് സ്പീഡ്. അപ്പം ഈ ഒരു പ്രോപ്പർ മാപ്പിംഗ് എന്ന് പറയുന്നത് പ്രീ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന്, അല്ലെ പ്രിപ്പയർ ചെയ്യാൻ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ വരും എന്ന് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, മറിച്ചൊരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്ക്യൂ ആയിട്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളിലും നമുക്ക് ഈ പറയുന്ന ഡിസാസ്റ്റർ മാപ്പിംഗ് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൽ ഫസ്റ്റ് വണ്ണായിട്ട് നമ്മൾ പറയുന്നതാണ് ഹസാർഡ് സോണേഷൻ എന്ന് പറയുന്നത്.
അതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ടൂള്, GIS എന്ന് പറയുന്നത്, ഈ ഒരു ഹസാർഡ് സോണേഷൻ്റെ അല്ലെങ്കിൽ മാപ്പിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട്. ഓക്കെ, അടുത്തതിൽ B ആയിട്ട് പറയുന്ന ഒന്നാണ് പ്രെഡിക്റ്റബിലിറ്റി, ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ്. പ്രെഡിക്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ മുൻകൂട്ടി പറയുകയാണ്. അത് എന്നിട്ട് ആ ഒരു മുൻകൂട്ടി കണ്ടിട്ട് ഇന്ന സ്ഥലത്ത് ഇപ്പോൾ ഫ്ലഡാണ്, നമ്മൾ എക്സാമ്പിളായിട്ട് ഫ്ലഡ് എടുക്കുക, കാരണം വർഷം തോറും ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഈ ഫ്ലഡാണ്. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാണ് ഇന്ന സമയത്ത് സംഭവിക്കുക എന്നുള്ള ഒരു പ്രഡിക്ഷനായിട്ട്, അതായത് ഫോർകാസ്റ്റിംഗ് മുൻകൂട്ടി കാണുകയാണ്. എന്നിട്ട് വാൺ ചെയ്യാണ് അല്ലെങ്കിൽ ഇന്ന മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ. Predictability of a disaster is the key to understand its nature and thereby to assess the chances of its occurrence and the fury of the event. Okay, predictability എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ അതിൻ്റെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതും, അതേപോലെ തന്നെ അത് സംഭവിക്കാനുള്ള ചാൻസസ് എന്തൊക്കെയാണെന്നും, ആ ഒരു ഫ്യൂറി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊക്കെ അസസ് ചെയ്യാൻ പറ്റി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ് ഈ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. കാരണം മുൻ വർഷങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനിയും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഫോർ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇറ്റ് ഈസ് എ ഹ്യൂമൻ എറർ ഓർ മെക്കാനിക്കൽ ഫാൾട്ട് ഓർ ഓർഗനൈസേഷൻ ഫെയിലിയർ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ. അപ്പോൾ നമ്മൾ ഡിസാസ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസണായിട്ട് നമ്മൾ പറയുന്ന 3 പറയാവുന്നത് ഹ്യൂമൻ എറേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വരുന്ന മിസ്റ്റേക്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോൾട്ട്സ് ആയിരിക്കാം, മെക്കാനിക്കലി വരുന്ന അബദ്ധങ്ങൾ കൊണ്ടായിരിക്കാം, അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ ഫെയിലിയേഴ്സ് കാരണമായിരിക്കാം മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്നത്. Therefore, there is no concept of predictability as such for a മാൻമെയ്ഡ് ഡിസാസ്റ്റർ. അതുകൊണ്ട് തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിന് പ്രെഡിക്റ്റബിലിറ്റിയുടെ ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അത് എപ്പോൾ സംഭവിക്കാം എങ്ങനെ സംഭവിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതൊരു മിസ്റ്റേക്ക് കാരണം വരുന്നതാണ്, വേണമെന്ന് വെച്ചിട്ടാവില്ല, പക്ഷെ ഒരു മിസ്റ്റേക്ക് കാരണം സംഭവിക്കാവുന്ന ഒന്നാണ്. മോക്ക് ഡ്രിൽസ്, റെഗുലർ ഇൻസ്പെക്ഷൻസ് ആൻഡ് അപ്ഡേറ്റിംഗ് ഓഫ് പ്രിക്കോഷണറി മെഷേഴ്സ് ടേക്ക് പ്ലേസ് ഓഫ് പ്രെഡിക്റ്റബിലിറ്റി. അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് സംഭവിക്കാമെന്നൊരു തോന്നിയാൽ മോക്ക് ഡ്രിൽസ് അതെങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതിന് മോക്ക് ഡ്രിൽസ് കൊടുക്കാം. റെഗുലർ ഇൻസ്പെക്ഷൻസ്, കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ ഇൻസ്പെക്ഷൻസ് നടത്തി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിട്ട് പോകാം. അതേപോലെ തന്നെ പ്രിക്കോഷണറി മെഷേഴ്സ്, മുൻകരുതലുകൾ എടുത്തിട്ട് മുന്നോട്ട് പോകാം. അതൊക്കെയാണ് അതിൽ പ്രെഡിക്റ്റബിലിറ്റിയുടെ സ്ഥാനത്ത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ്, നാച്ചുറൽ ആയിട്ടുള്ളതല്ല. മാൻമെയ്ഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒന്നാണ്. ആൻഡ് അപ്പോൾ ഈ പറയുന്നതൊക്കെയാണ് മോക്ക് ഡ്രിൽസ് ആൻഡ് റെഗുലർ ഇൻസ്പെക്ഷൻസ്, അപ്ഡേറ്റിംഗ് ഓഫ് പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ പ്രെഡിക്റ്റബിലിറ്റിയുടെ സ്ഥാനത്തും അതേപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗിൻ്റെ സ്ഥാനത്തൊക്കെ ആയിട്ട് വരുന്നത്. For natural disasters that have a fair amount of inherent predictability, forecasting is the next step in disaster management. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രെഡിക്റ്റബിലിറ്റി, ഫോർകാസ്റ്റിംഗ്, വാർണിംഗ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ റെലവൻ്റ് ആണ്, കുറച്ചുകൂടി എഫക്റ്റീവ് ആണെന്ന് പറയാം. ഫോർകാസ്റ്റിംഗ് ഹാസ് ടു ബി ബേസ്ഡ് ഓൺ സൗണ്ട് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓപ്പറേഷണലി പ്രൂവൺ ടെക്നിക്സ്. അപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംഭവിക്കാമെന്ന് മുൻകൂട്ടി പറയുമ്പോൾ നമ്മൾ കാലാവസ്ഥ മുന്നറിയിപ്പുകളൊക്കെ കിട്ടും, അതേപോലെ കറക്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സൗണ്ട് സയൻറ്റിഫിക് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഓപ്പറേഷണലി പ്രൂവൺ ടെക്നിക്സ്, പ്രൂവ് ചെയ്ത ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ടായിരിക്കണം. അല്ലാതെ അവിടെ ഫ്ലഡ് സംഭവിക്കാമെന്ന് വെറുതെ പറഞ്ഞു പോവല്ല, അതിന് കറക്റ്റായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണമാണ് അതെല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ടു ബി ഡൺ ബൈ ഓതറൈസ്ഡ് ഏജൻസി ഓർ ഇൻഡിവിജ്വൽ ഹു ബിസൈഡ്സ് ബീങ് എ കോമ്പീറ്റൻറ്റ്, റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അത് ചെയ്യുന്നത് ഒരു ഓതറൈസ്ഡ് ആയ ഏജൻസിയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം. കുറച്ച് റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും കൂടുതലായിട്ട് കണ്ടിട്ട് വേണം ഈ ഒരു ആക്ടിന് നിൽക്കാൻ വേണ്ടിയിട്ട്. In order to be effective, the forecast has to be clearly worded and it should be transmitted quickly to the user. അപ്പോൾ ആ ഒരു ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഇൻഫർമേഷൻസ് എത്തേണ്ടോടത്ത് എത്തണം. അപ്പോൾ അതിനു വേണ്ടി പറയുന്നതാണ് ഫോർകാസ്റ്റ് ഹാസ് ടു ബി ക്ലിയർലി വേർഡഡ്. അത് വേർഡിൻ്റെ രൂപത്തിൽ എത്തേണ്ടോടത്ത് എത്തിയാലാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്താലാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ എന്നാണ്.
ഇതാണ് പറയുന്നത് പ്രെഡിക്റ്റബിലിറ്റി, ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ അതിൽ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ തന്നെ നാച്ചുറൽ ആകുമ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് ആണ്. ഈ പറയുന്ന പ്രെഡിക്റ്റബിലിറ്റി, ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ് എന്നുള്ളതിൽ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ ഈ പറയുന്ന ഒന്നിനും അത്ര റോളില്ല. മറിച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പരിധിവരെ ഈ പറയുന്ന പ്രെഡിക്റ്റബിലിറ്റി, വാർണിംഗ് ആൻഡ് ഫോർകാസ്റ്റിങ്ങിലൂടെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൽ സി ആയിട്ട് വരുന്ന അടുത്തൊന്നാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ എസെൻഷ്യലി കണ്ടെയ്ൻസ് മെഷേഴ്സ് ടു ബി ടേക്കൺ ബിഫോർ. ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറയുമ്പോൾ അത് കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്മളൊരു ഡിസാസ്റ്ററിന് മുന്നേ എടുക്കേണ്ട സ്റ്റെപ്സാണ്. ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ സ്ട്രൈക്ക്, അതേപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് എടുക്കേണ്ട സ്റ്റെപ്സിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് മെഷേഴ്സ് ടു ബി ടേക്കൺ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ സ്ട്രൈക്സ്. ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുൻപും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സംഭവിച്ചതിന് ശേഷവും നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാനിൽ പറയുന്നത്. It contains an inventory of what materials are available, where and with whom, and the delegation of responsibility and coordination mechanism among various government officials and departments. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു കറക്റ്റായ ഓർഡറിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാണ്. ഇന്ന സാധനങ്ങൾ എവിടേക്കാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലഡ് വരികയാണ്, അപ്പോൾ പോലീസും ബാക്കി പറയുന്ന ആ ഒരു ഫോഴ്സൊക്കെ കുറച്ചുകൂടെ അലേർട്ടായിരിക്കുകയാണ്. ഓരോ സംഭവങ്ങളും എവിടെയാണ്, അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായുള്ള എക്യുപ്മെൻ്റൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കണ്ടുവെച്ച് മൂവ് ചെയ്യുക. അതിനാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ലൊക്കേഷൻ ഓഫ് ടെമ്പററി ഷെൽട്ടേഴ്സ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ അതിങ്ങനെ ഫേസ് ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയുള്ളൊരു സ്റ്റെപ്പാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഈ ഫ്ലഡ് തന്നെയാണ്. ഫ്ലഡ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിലെ എഫക്റ്റ് ചെയ്ത ആളുകളെ എങ്ങോട്ട് മാറ്റണം, അവരെ എങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണം എന്നൊക്കെ അതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. And it gives location of temporary shelters and guidelines about partnerships with other bodies like NGOs, social workers and international agencies. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്ത് NGOs ആയാലും സോഷ്യൽ വർക്കേഴ്സിനെയും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഏജൻസിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് വേണം. ഇത് നമുക്ക് ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്, മറിച്ച് കുറച്ചും കൂടെ വൈഡായിട്ട് ചെയ്യാൻ പറ്റേണ്ട കാര്യമാണ്. Thus, in an emergency situation, authorities have a ready guide at hand and are fully aware of the steps to be taken. അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ അതല്ലെങ്കിൽ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ നമ്മൾ വെൽ സെറ്റിൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള അവയർനെസ് ഉണ്ടാകും. എന്തൊക്കെ സ്റ്റെപ്പ് എപ്പോഴൊക്കെ എടുക്കണം, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ നടക്കുന്നതിന് മുന്നേ, നടന്നുകൊണ്ടിരിക്കുമ്പോഴും നടന്നതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റായൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കും. Creating awareness among the people and preparing the communities to deal with the anticipated situations are the most important objective of the disaster preparedness plan. അപ്പോൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാനിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഫേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് അവയർനെസ്, അതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ ആൻഡ് പ്രിപ്പയറിങ്, അവരിൽ അവയർനെസ്, ഈ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള അവയർനെസ്, അവർക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനും അവർക്കൊരു ഐഡിയ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റീസിനെ പ്രിപ്പയർ ചെയ്യുകയാണ്, എങ്ങനെ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ വരാം, പെട്ടെന്നൊരു ഷോക്കായിട്ട് ഇത് മാറാൻ പാടില്ല. അപ്പം അതിന് വേണ്ടി കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാനിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തൊന്നാണ് പ്രിപ്പയർനെസ് ത്രൂ IEC. IEC എന്ന് പറയുന്നത് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. IEC അതിനാണ് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ മൂന്നും കൂടെ ചേർത്തിട്ടാണ് IEC എന്ന് പറയുന്നത്. Each of the three components of IEC, that is information, education and communication, has its own distinct significance, origin, perspective and focus area. അപ്പോൾ ഈ IECയിൽ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണം, ഇപ്പോൾ ഇൻഫർമേഷൻ ആയാലും എഡ്യൂക്കേഷൻ ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും ഓരോന്നിനും അതിൻ്റേതായ വ്യത്യസ്തമായിട്ടുള്ള സിഗ്നിഫിക്കൻസും ഒറിജിനും പെർസ്പെക്റ്റീവും ഫോക്കസ് ഏരിയയും ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ഇൻഫർമേഷൻ. പ്രിപ്പയറിംഗ് ദ കമ്മ്യൂണിറ്റി ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ത്രൂ ഇൻഫർമേഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ബേസിക് നോളേജ് ബൈ മീൻസ് ഓഫ് ഫാക്ട്സ്, ഫിഗേഴ്സ്
ആൻഡ് പ്രോസസ് ടു കമ്മ്യൂണിറ്റി ആസ് ടു ഇൻക്രീസ് ദെയർ അവയർനെസ്. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള മാക്സിമം ഇൻഫർമേഷൻസ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവരിൽ അവെയർനെസ്, അത് സംഭവിക്കാം അല്ലെങ്കിൽ ഒട്ടും അതിനെക്കുറിച്ച് അവെയർ അല്ലാതെ നടക്കുന്ന ആളുകൾക്ക് പോലും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിലൂടെ, IEC എന്ന് പറയുന്ന ആ മൂന്നത്തിലെ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറയുന്നതാണ് എഡ്യൂക്കേഷൻ. ഇറ്റ് സെൻസിറ്റൈസ് ദ പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ബിസൈഡ്സ് മേക്കിംഗ് ദം അവെയർ ഓഫ് ദ റിസ്ക്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആ റിസ്കിനെ കുറിച്ച് അവരെടുക്കാൻ പോകുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിലൂടെ അല്ല അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിലൂടെ ആവില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് ആ ഒരു റിസ്കിനെ കുറിച്ച് അവരെ അവെയർ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എൻലൈറ്റൻസ് ദം അബൌട്ട് ദെയർ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് റോൾ, ദ ആക്ഷൻസ് നീഡഡ് ടു ബി ടേക്കൺ ആൻഡ് ദെയർ റോൾസ് ആൻഡ് ഇറ്റ് ഓൾസോ മോട്ടിവേറ്റ് ദം ടു ആക്ട്. അപ്പോൾ അത് അവരെ എന്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നത് പറയുന്നത് അബൌട്ട് ദെയർ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് റോൾസ്, അവരുടെ ഓരോ വ്യക്തിയായിട്ടും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടും അവരെന്തൊക്കെ ചെയ്യണം, അതേപോലെ തന്നെ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം, പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ടെൽസ് ദം വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. അവരെ എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ളത് കറക്റ്റായൊരു ഗൈഡ് ലൈൻ കൊടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതേപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നൊരു കറക്റ്റായിട്ടുള്ളൊരു ഒരു ഗൈഡ് ലൈൻ കൊടുക്കുകയാണ്. It tells them what to do and what not to do for preventing or mitigation disasters. ആ ഒരു ഡിസാസ്റ്ററിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ മിറ്റിഗേഷൻ മെഷേഴ്സ്, നമ്മൾ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താനും ഒക്കെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനൊക്കെ കുറിച്ച് കറക്റ്റായിട്ട് അവരെ അവെയർ ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ പറയുന്നത്. It tells them how to manage situations and provides them with the possibility of alternatives. എങ്ങനെ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യണം എന്നുള്ളതും അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ്സ് പകരമായിട്ട് എന്തൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് നമ്മൾ ഇൻഫർമേഷൻ നോക്കി, രണ്ടാമതായിട്ട് എഡ്യൂക്കേഷൻ നോക്കി, മൂന്നാമത് നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ 2 or more ഗ്രൂപ്പ്സ് ഇൻ യൂണിറ്റ്സ്. അപ്പം നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. ഒരു രണ്ടാളുകൾ തമ്മിലോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലോ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി അപ്ലൈഡ് ടു ബോത്ത് എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് എമർജൻസി മാനേജ്മെൻറ്റ്. ഇൻ ടേംസ് ഓർ എഡ്യൂക്കേഷൻ and preparedness, communication is a process of knowledge transfer to the community regarding disaster risk and mitigation measures to be taken. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള നോളേജും അതേപോലെ തന്നെ അതിൽ വരുന്ന മിറ്റിഗേഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്തൊക്കെയാണ്, പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അവർക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷനിലോട്ട് ഉദ്ദേശിക്കുന്നത്. This is also useful for reaching out to the affected community with relief materials like food, medicine and clothing. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഒരു ഏരിയയിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ മെയിൻ പ്രശ്നങ്ങൾ, അവർക്ക് ഫുഡാണോ വേണ്ടത്, മെഡിസിൻ ആണോ വേണ്ടത്, ക്ലോത്ത്സ് ആണോ വേണ്ടത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ. ആ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അഫക്റ്റഡ് കമ്മ്യൂണിറ്റിയിൽ അവരുടെ നീഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രിപ്പയർനെസ് ടു IEC എന്നുള്ളതിൽ പറയുന്നത്. മൂന്നെണ്ണം നമ്മൾ നോക്കിയത് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ 3 സ്റ്റേജിലെ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിലെ 4 എണ്ണമാണ് നോക്കിയത്. ഹസാർഡ് സോണേഷൻ, പ്രെഡിക്റ്റബിലിറ്റി, ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ്, disaster preparedness plan and preparedness through IEC.